സോ ഹലോ ആൾ ലാസ്റ്റ് 30 ഡേയ്സ് സ്റ്റഡി ചലഞ്ച്, അതായത് ലാസ്റ്റ് 30 ഡേയ്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത് 100% വർത്തായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാര്യം ഇതുപോലത്തെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ റിപ്പീറ്റ് സമയത്ത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത സമയത്തൊക്കെ ഒരുപാട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്തത്. ഈ ഒരു സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മാറ്റി പിടിക്കണം. അത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഷെയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. സോ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ലൈക്കാണ്. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നീറ്റ് റിലേറ്റഡ് വീഡിയോസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് 100% ആയിട്ട് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും. കാര്യം എന്താ വെച്ചാൽ ഇതുപോലത്തെ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും നീറ്റ് ക്രാക്ക് ചെയ്യുന്നത്. ഞാനും ഈ കഴിഞ്ഞ വർഷം നീറ്റ് ക്രാക്ക് ചെയ്തത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ലാസ്റ്റ് 30 ഡേയ്സ് സ്റ്റഡി ചലഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോഴത്തെ എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 505 മാർക്കായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോഴത്തെ എൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 642 മാർക്കാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് മോഡൽ എക്സാമിലൊക്കെ 200 മാർക്ക്, 100 മാർക്ക്, 150 മാർക്ക്, 300 മാർക്കൊക്കെയാണ് എൻ്റെ മോഡൽ എക്സാം. അതായത് 720 എനിക്ക് അത്ര മാർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളായിരുന്നു. പിന്നെ ഞാൻ ഈ ലാസ്റ്റ് ഒരു 30 ദിവസം ഞാൻ എങ്ങനെ ഈ പഠനത്തിൻ്റെ രീതി മാറ്റി. ആ ഒരു മാറ്റത്തിലൂടെ എനിക്ക് ഒരുപാട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അതായത് 300 മാർക്കിൽ നിന്ന് 250 മാർക്കിൽ നിന്നൊക്കെ എനിക്ക് 505 മാർക്ക് എനിക്ക് ഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് സെയിം മെത്തേഡ് ഉപയോഗിച്ച് ഒരുപാട് മാർക്ക് ഇമ്പ്രൂവ് ആയി. സോ നിങ്ങളിപ്പോൾ 400 മാർക്കാണെങ്കിലും 500 മാർക്കാണെങ്കിലും 300 മാർക്കാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, സോ ലാസ്റ്റ് 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോർ 2024 നീറ്റ് ആസ്പിറൻസ്. ഓക്കെ, അപ്പോൾ അതായത് 30 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ 30 ഡേയ്സ് ഒന്നും അതിലേറെ നിങ്ങൾക്ക് സമയമുണ്ട്. പക്ഷേ 30 ഡേയ്സ് എന്ന് പറയാനുള്ള കാര്യം നിങ്ങൾ ഈ 30 ഡേയ്സ് നിങ്ങൾ ഇപ്പോൾ 30 ഡേയ്സ് മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി ഏകദേശം 7 ദിവസമൊക്കെ 37 ദിവസമൊക്കെ ഉള്ളൂ. സോ 30 ഡേയ്സ് നിങ്ങൾ ഈ ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. പിന്നെ അവസാനത്തെ 7 ദിവസത്തേക്ക് വേറെ ഷെഡ്യൂളാണ്. അത് എങ്ങനെയാണ് നിങ്ങൾ ലാസ്റ്റ് 1 വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെയാണ് വേറെ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു തരാനുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ബിഗസ്റ്റ് എന്താ പറയുക നീറ്റ് കമ്മ്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്. സോ നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിലൊക്കെ ഇപ്പോൾ ടെലഗ്രാം കമ്മ്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി, ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ. ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ. അതുപോലെ ഇതാണ് വാട്സപ്പ് ചാനൽ. അപ്പോൾ ടെലഗ്രാം ചാനൽ ഏകദേശം 3K+ മെമ്പേഴ്സിന്. അതുപോലെ തന്നെ വാട്സപ്പിലായാലും ഒരു 1900 സ്റ്റുഡൻസോളം നമ്മളെ ചാനലുണ്ട്. ഈ ചാനലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് ഇടില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഷോർട്ട് നോട്ടായാലും ഫിസിക്സിൻ്റെ ഷോർട്ട് നോട്ടായാലും മൈൻഡ് മാപ്പ് ആയാലും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ അത് കിട്ടും. പക്ഷേ ഇനിയും നിങ്ങൾക്കത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ യൂസ് ആവുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് റിപ്പീറ്റേഴ്സ് ആൻഡ് റിപ്പീറ്റേഴ്സ് 12th കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ലാസ്റ്റ് സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ മതി. ഓക്കെ, സോ എന്തൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് സമയം ആകുമ്പോൾ എന്തൊക്കെ ഒരുപാട് ഭയങ്കര പ്രശ്നമായിരിക്കും. കാര്യം എന്താ വെച്ചാൽ ഞാനൊക്കെ പഠിച്ചപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഭയങ്കര സ്ട്രെസ്സായിരിക്കും, ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ നമുക്ക് മനസ്സിലുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റീകളക്ട് ചെയ്തെടുക്കണം, ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്തെടുക്കണം. അതിനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരുപാട് എക്സാം ഉണ്ടാവും. നമുക്കിപ്പോൾ വീക്കിലി 2, 3, 4 എക്സാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളിപ്പോൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും. സോ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് സമയത്ത് നിങ്ങൾ പെട്ടെന്ന് റഷ് ചെയ്തിട്ട് എല്ലാ ടോപ്പിക്കും കവർ ആവുക, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? ശരി, അപ്പോൾ
അടുത്തത് ഹൗ ടു കംപ്ലീറ്റ് സിലബസ്. അതായത് ഇപ്പോൾ ഈ ഒരു 30 ദിവസം അല്ലെങ്കിൽ 37 ദിവസം 30 ഡേയ്സ് കൂട്ടിയാൽ മതി. ബാക്കിയുള്ള അവസാനത്തെ 7 ദിവസം നിങ്ങൾക്ക് നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പുതിയതായിട്ട് പഠിക്കാനുള്ള സമയങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു കംപ്ലീറ്റ് സിലബസ്. നിങ്ങളിപ്പോൾ ഈ ഒരു ലാസ്റ്റ് 30 ഡേയ്സ് കൂടി എങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ഫിസിക്സ് അങ്ങനെ എല്ലാ ചാപ്റ്ററും പഠിക്കുക. അപ്പോൾ ഏകദേശം ഒരു 90 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കൂട്ടാം, നമുക്കൊരു ആവറേജ് ആയിട്ട്. അപ്പോൾ 90 ടോപ്പിക്സ് ഉണ്ട്, 90 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 90 ചാപ്റ്റേഴ്സ് 30 ദിവസം കൊണ്ട് പഠിക്കണമെങ്കിൽ ഒരു ദിവസം 3-4 ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടി വരും. 3 ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടി വരും. പക്ഷേ അത് ഇമ്പോസിബിൾ ആണ്. ഒരു ദിവസം 3 ചാപ്റ്റർ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് കവർ ചെയ്ത് പോലൊക്കെ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഡെയിലി ഇപ്പം നിങ്ങൾ ഓരോ ടോപ്പിക് എടുത്ത് പഠിക്കാനുള്ള സമയം നിങ്ങൾക്കില്ല. അത് 100% ആയിട്ടുള്ള പ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അതായത് ഇപ്പം ഇന്നൊരു ടോപ്പിക്ക് പഠിക്കുക, നാളെ ടോപ്പിക്ക് പഠിക്കുക എന്നൊക്കെ നമുക്ക് വിചാരിക്കും. ഇന്നിപ്പോൾ ഒരു 3 ചാപ്റ്റർ റിവൈസ് ചെയ്യുക, നാളെ 3 ചാപ്റ്റർ പഠിക്കുക, മറ്റന്നാളെ 3 ചാപ്റ്റർ പഠിക്കുക. അങ്ങനെ 30 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? 30 × 3 ഏകദേശം 90 ചാപ്റ്റർ നിങ്ങൾ കവറായിട്ട് മാറും അല്ലേ? അപ്പോൾ ഈ 90 ചാപ്റ്റർ കവറായിട്ട് മാറും. അങ്ങനെയൊക്കെ നിങ്ങളെ മനസ്സിലുള്ള കാൽക്കുലേഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ കാൽക്കുലേഷൻസ് ഞാൻ നിങ്ങളുമായിട്ട് ജസ്റ്റ് കൺവേ ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ 90 ചാപ്റ്റർ ആവും എന്നൊക്കെ നമുക്ക് തോന്നും. അതായത് 90 ചാപ്റ്റർ കവർ ആവും. പക്ഷേ റിയാലിറ്റിയിൽ അതൊന്നും സംഭവിക്കില്ല. നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ എന്താ പ്രശ്നം ചോദിച്ചാൽ നമ്മളിപ്പോൾ 3 ചാപ്റ്റർ ഒന്ന് പഠിച്ചു. ഇപ്പോൾ ഒരു വീക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇന്ന് പഠിച്ചു തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് അടുത്ത ആഴ്ച ഓർമ്മ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ റിവൈസ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ നമ്മൾ പിറ്റത്തെ ദിവസം ഫുള്ള് റിവൈസ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ദിവസം കൂടെ നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും മറ്റേ ടോപ്പിക്സ് പഠിക്കാൻ. അപ്പോൾ പക്ക ഈ ഒരു മറ്റേ ഷെഡ്യൂൾ തന്നെ എന്താ പറയുക ശരിയാവില്ല. ആ ഒരു ഷെഡ്യൂൾ ശരിയാവില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ്, അതായത് നീറ്റിന് പഠിക്കാവുന്ന, അതായത് ഇപ്പോൾ നീറ്റ് ക്രാക്ക് ചെയ്യണം, അതായത് ഇപ്പോൾ വെറുതെ എഴുതുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഏകദേശം 25 lakh സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ആകെ 2 ലക്ഷം കുട്ടികൾ മാത്രമേ മര്യാദയ്ക്ക് പഠിച്ചിട്ട് എഴുതുന്നുണ്ടാവുള്ളൂ. ഈ 2 ലക്ഷത്തിൽ ഏകദേശം മെജോറിറ്റി ഓഫ് കുട്ടികളും നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു 30 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് പറയാൻ പോകുന്നത്. അതിൽ നിങ്ങൾ 14 മണിക്കൂർ 14+ hours, അതായത് മിനിമം 14 hours യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, ആൾസോ യു ഹാവ് ടു ഡു റിവിഷൻസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫാസ്റ്റിംഗ് ഒന്നും ഇല്ലാത്തവരാണ്, നിങ്ങൾക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫാസ്റ്റിംഗ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രോപ്പർ ഹെൽത്ത്, അതായത് നിങ്ങളിപ്പോൾ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഹെൽത്ത് കണ്ടീഷനാണ്. അതായത് ഹെൽത്ത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതായത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഇൻഫെക്ഷസ് ഡിസീസസിലോട്ടൊന്നും അങ്ങനത്തെ ഏരിയാസിലോട്ടൊന്നും പോവാതിരിക്കുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള ഈ പനിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റീകവർ ചെയ്യാൻ പറ്റും. റെഡി. അടുത്തത്, അപ്പോൾ ലാസ്റ്റ് 30 ഡേയ്സ്, അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡെയിലി എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമുകൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എക്സാം ഉണ്ടാവും. അപ്പോൾ ഇന്ന് എക്സാമിനുള്ള ദിവസത്തെ ഷെഡ്യൂളല്ല. അപ്പോൾ മറ്റന്നാളൊക്കെ ചിലപ്പോൾ എക്സാം ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും, ലീവുള്ള ദിവസങ്ങളായിരിക്കും, എക്സാമിൻ്റെ ഇടയിൽ ഗ്യാപ്പുള്ള ദിവസങ്ങളായിരിക്കും. സോ ഈ ഒരു ഗ്യാപ്പുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, എക്സാമിലുള്ള ദിവസത്തേക്കുള്ള ഷെഡ്യൂൾ വേറെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഗ്യാപ്പുള്ള ദിവസത്തേക്കുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ ഡെയിലി 1 ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യണം. എങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം? നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ടാവും. അപ്പോൾ ഫുൾ ടോപ്പിക്ക് ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക? അതൊക്കെ അതിനുള്ള സൊല്യൂഷനൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഫുൾ ടോപ്പിക് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും ഫുൾ ടോപ്പിക് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫുൾ ടോപ്പിക് ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്രിഫേർഡ്. ഞാൻ ചെയ്തിരുന്നത് ഇതാണ്. പിന്നെ പാർട്ട് വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഏതിലൊക്കെ പാർട്ട് വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടോപ്പിക്സൊക്കെ ഏകദേശം ഈ 90 ചാപ്റ്ററും ഏകദേശം 8 പാർട്ടൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 പാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ലെങ്കിൽ ചെയ്യാം. അങ്ങനെ പക്ഷേ അത് ചെയ്യുന്നത് നല്ലതല്ല. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഏകദേശം 8 ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ 8 ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേറ്റ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു പോകും, റിവൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഫുൾ ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ എല്ലാ ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് റിവിഷൻ ആവും. അത് പക്ക എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എന്നെ 254 മാർക്കിൽ നിന്ന് 505 മാർക്കിലോട്ട്, അതിൻ്റെ ഏകദേശം ഒരു ഡബിൾ അല്ലെങ്കിൽ ഏകദേശം ഒരു ഡബിൾ മാർക്കിലോട്ട് എന്നെ കൊണ്ടെത്തിച്ചത് ഈ ഒരു മെത്തേഡാട്ടോ. അത് ഞാൻ സത്യം പറയും, ഈ ഒരു മെത്തേഡാണ്. അതായത് ലാസ്റ്റ് ഇപ്പോൾ എനിക്ക് മോഡലൊക്കെ 200 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് നേരെ ഞാൻ 1 മന്ത് കൊണ്ട് ഞാൻ ഡെയിലി 1 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഫുൾ ടോപ്പിക് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ചെയ്തു. ഡെയിലി ഒന്നും ചെയ്തിട്ടില്ല, റിപ്പീറ്റ് ചെയ്തപ്പോൾ സമയത്താണെങ്കിൽ ഡെയിലി ഒന്നും ചെയ്തില്ല. കാരണം വെച്ചാൽ ഡെയിലി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. മാക്സിമം മെജോറിറ്റി ദിവസങ്ങൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ 2 ദിവസം എടുത്തിട്ടൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. അത് ടഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. ഓക്കെ, റെഡി. അടുത്തത്
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അത്ര 37 days ആണുള്ളത്. അപ്പോൾ ലാസ്റ്റ് 7 days അനന്തര പ്ലാൻ ഞാൻ പറഞ്ഞതാണ്. അത് നമ്മൾ വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. പിന്നെ മിനിമം നിങ്ങളിപ്പോൾ ഏകദേശം 30 ദിവസം ഉണ്ടെങ്കിൽ 30 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ 30 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ടത് മിനിമം 22 നിങ്ങൾ ചെയ്യണം. ബാക്കി നിങ്ങൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ടഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ 2 ദിവസമൊക്കെ വേണ്ടി വരും. അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ കേട്ടോ. ഈ ഷെഡ്യൂൾ ഞാൻ നമ്മുടെ ടെലഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് 1 month ഷെഡ്യൂൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഡെയിലി ഷെഡ്യൂളാണ്. ഒരു മാസം നിങ്ങൾ ഡെയിലി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റംസാൻ നിങ്ങളിപ്പോൾ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഷെഡ്യൂൾ മാറ്റാം. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ വേറെ ഷെഡ്യൂൾ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. സമയം മാറ്റിയാൽ മതി. ഓക്കെ. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇതൊരു നോർമലി എല്ലാ സ്റ്റുഡൻസിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെഡ്യൂളാണ്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. രാവിലെ ഇതാട്ടോ ഫുൾ ടോപ്പിക് എക്സാം, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് എക്സാം എഴുതുന്ന ദിവസത്തേക്കുള്ള ഷെഡ്യൂളാണ് പറയുന്നത്. ഓക്കെ. 6:30 മുതൽ 10:30 വരെ ഏകദേശം 4 മണിക്കൂർ ഉണ്ടാവും. ഓക്കെ. ആ സമയത്ത് നിങ്ങൾ ബയോളജി റീഡ് ചെയ്യുക. ബയോളജി മാക്സിമം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് റീഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ചാപ്റ്റർ റീഡ് ചെയ്യുക. അപ്പോൾ 4 ചാപ്റ്റർ ഒരു മണിക്കൂറിൽ ഒരു ചാപ്റ്റർ കഴിയുകയാണെങ്കിൽ 4 ചാപ്റ്റർ റീഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ കഴിയുന്നവരൊക്കെ ഉണ്ട്. കാര്യം അത്രയും നിങ്ങൾ റിവൈസ് ചെയ്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരമണിക്കൂർ കൊണ്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ 8 ചാപ്റ്റർ നിങ്ങൾക്ക് ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ 8 ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ വലിയ ചാപ്റ്റർ ചിലപ്പോൾ 4 മണിക്കൂർ കൊണ്ട് അത് തീരില്ല. അതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. പിന്നുള്ളത് 11 മണി മുതൽ 12:30 വരെ 10:30 മുതൽ 11 മണി വരെ നിങ്ങൾക്ക് ഒരു ബ്രേക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. ബ്രേക്ക് എടുക്കുക. ഓക്കെ. അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഈ 6:30 മുതൽ 10:30 വരെ എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ റംസാൻ ഫാസ്റ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. ഇനി എല്ലാം സമയമല്ല, ഇനി ഒരുപാട് സമയം വേസ്റ്റ് ആക്കാനില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ടൈറ്റ് ആയിരിക്കും. ലാസ്റ്റ് 1 month എന്ന് പറഞ്ഞാൽ ടൈറ്റ് ഷെഡ്യൂളായിരിക്കും. ഓക്കെ. അപ്പോൾ 11 മണി മുതൽ 12:30 വരെ ഏകദേശം 1.5 മണിക്കൂർ ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ചാപ്റ്റർ റീഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീഡ് ചെയ്യുക. ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ട് മാത്രം വായിച്ചാൽ മതി. അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ 12 വരെ മുതൽ 1 മണി വരെ 1:30 വരെ ഫിസിക്സ് റീഡ് ചെയ്യുക. ഫിസിക്സ് നിങ്ങൾ ഇക്വേഷൻസ് റിവൈസ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ചാപ്റ്റർ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒരു 5-10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തീർക്കുക. പിന്നെ 2 മണി മുതൽ 5:30 വരെ, പിന്നെ 1:30 മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ഒരു ബ്രേക്കാണ്. പിന്നെ 2 മണി മുതൽ 5:20 വരെ, 5:30 വരെ അല്ല 5:20, 5:20 വരെ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു പ്രാക്ടീസ് യുവർ ഓൺ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഇടുന്ന കിട്ടുവെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്കിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് 2 ആണ്, 1 ഫുള്ളാണെന്ന് തോന്നുന്നു, 2ൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയറിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അത് കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ 20 മിനിറ്റും. കാര്യം എന്താ വെച്ചാൽ നീറ്റ് അങ്ങനെയാണ്. ഇപ്പോൾ നീറ്റിൻ്റെ ഷെഡ്യൂൾ മാറ്റുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മണിക്കൂറിൻ്റെ ഒരു ടൈമർ വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ എങ്ങനെയാണ് എക്സാം എഴുതുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ 5:45 മുതൽ 10:45, അതായത് 5:20 മുതൽ 5:45 വരെ ബ്രേക്ക് എടുക്കുക. പിന്നെ 10:45, ഇത് ഈ 10:45 രാത്രി 10:45 വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നു. വളരെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കേണ്ടി വരും. അതൊക്കെ നിങ്ങൾ അതിലുള്ള സമയമൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇതാക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങളതിനനുസരിച്ച് നിങ്ങൾ ടൈം ഡിവൈഡ് ചെയ്യുക. അതിൽ ഇതൊരു 5 അവർ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. വെറുതെ എക്സാം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. വി ഹാവ് ടു അനലൈസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ. നിങ്ങൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യണം. ഓക്കെ. അതിനുശേഷം 10:45 മുതൽ 11:45 വരെയാണ് അടുത്ത ഷെഡ്യൂൾ വരുന്നത്. ഈ ഒരു സമയത്തിൽ നിങ്ങൾ 1 ഷോട്ട് വീഡിയോസ്, നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് 1 ഷോട്ട് വീഡിയോസ് 2x ഇട്ടിട്ട് കാണാം യൂട്യൂബിൽ. 2 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. 2x ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് 15 മണിക്കൂറുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞില്ല ഫുഡിൻ്റെ കാര്യം നിങ്ങളോടൊക്കെ സമയം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഏകദേശം 15 മണിക്കൂർ 15 മണിക്കൂറിനെക്കാട്ടിലും കൂടുതലുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ബാക്കിയുള്ള കാര്യത്തിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. റെഡി. ഒരു 14 മണിക്കൂർ പറ്റില്ലെങ്കിൽ 13+ ഹവേഴ്സിൽ നിങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പോൾ നമ്മളുടെ 14 മണിക്കൂറിൻ്റെ ചലഞ്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ. നമ്മുടെ 14 മണിക്കൂറിൻ്റെ ചലഞ്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. റെഡി. അപ്പോൾ പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിന് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
അതായത് നിങ്ങളെ എല്ലാ ടോപ്പിക്കും റിവൈസ് ആവും. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നൊരു ടോപ്പിക്ക് നിങ്ങൾ ഇപ്പോൾ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്തു, അതിൻ്റെ അനലൈസിസ് ചെയ്തു. അതായത് ഇപ്പോൾ ഇത് ഡൗട്ടുള്ള കാര്യങ്ങൾ ബയോളജി ആണെങ്കിൽ അതായത് സെൻറ്റൻസ് അല്ലെങ്കിൽ പാരഗ്രാഫ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് സെയിം ക്വസ്റ്റ്യൻ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് റിപ്പീറ്റ് അടിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനെ ഡെയിലി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ എല്ലാ പേജും നമുക്ക് ഓർമ്മ ഉണ്ടാവും. റിവിഷനാണ് മസ്റ്റ്. അപ്പോൾ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാംസ് എഴുതിക്കാണ്ടാണ് റിവിഷൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈമർ വെക്കാതെ വെറുതെ എക്സാം ചെയ്തിട്ട് കാര്യമില്ല. OMR വഴി തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ ടൈമർ വെക്കാതെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താലുള്ള പ്രശ്നം എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് എവിടേക്കൊക്കെ ഡൈവേർട്ട് ആയിട്ട് പോകും. നമ്മുടെ മൈൻഡ് ഇപ്പോൾ വേറെ എവിടെയെങ്കിലായിരിക്കും നമ്മുടെ മൈൻഡ്. അപ്പോൾ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എക്സാം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത് കരുതി ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 3 മണിക്കൂർ 20 മിനിറ്റും കൊണ്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 4, 5, 6, 7 മണിക്കൂറൊക്കെ ആവും. എനിക്കങ്ങനെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ട്രയൽ ചെയ്തതാണ്. ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആരും ചെയ്യേണ്ട. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതായത് സമയം ഒരുപാട് പോകും. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ നല്ലൊരു സ്കോർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ OMR മസ്റ്റാണ്. നിങ്ങളോട് പറഞ്ഞത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ പറഞ്ഞാൽ OMR വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത് OMR ആയിട്ട് നിങ്ങൾക്ക് ഒരു ടച്ച് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം രീതിയിൽ എഴുതാൻ, അതായത് വെറുതെ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ എക്സാം രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് സമയം വേസ്റ്റ് ആവില്ല. ഓക്കെ, മൈൻഡൊന്നും കൊടുക്കും ഡൈവേർട്ട് ആയി പോകില്ല. പിന്നെ എല്ലാ ടോപ്പിക്കും നിങ്ങൾ പറഞ്ഞത് റിവൈസിൻ്റെ കാര്യം പറഞ്ഞതാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ 2 ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും, സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റിപ്പീറ്റ് അടിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഹൗ ടു അനലൈസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ലാസ്റ്റ് ടൈമിൽ ഞാൻ ഇത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു അനലൈസ് ക്വസ്റ്റ്യൻ പേപ്പർ. ബയോളജി തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് അതായത് ഒരു ഫുൾ ചാപ്റ്റർ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു പാരഗ്രാഫ് മാത്രം റീഡ് ചെയ്തിട്ട് പോവുക. ഓക്കെ, റെഡി അല്ലേ? ശരി. പിന്നെ അതിനുശേഷം ഫിസിക്സ് ആണ് പറയാനുള്ളത്. ഫിസിക്സിൻ്റെ കാര്യം എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ തെറ്റിപ്പോയ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അടിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടില്ല. ഗൂഗിളിൽ നോക്കുക. അതാണ് ഓൺലൈൻ കുട്ടികളാണെങ്കിൽ ഒരു പ്രോബ്ലം അതാണ്. സ്വന്തമായിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയറിങ് ഇതൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഡൗട്ട് ക്ലിയറിങ് ഗ്രൂപ്പ്. അത് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ ക്ലിയർ ആക്കി തരും. പക്ഷേ ഇനിയിപ്പോൾ അതിനൊന്നും സമയമല്ല, നിങ്ങൾക്ക് മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗൂഗിൾ ചെയ്തിട്ട്, അതായത് നിങ്ങൾ ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ വേറെ ആരെങ്കിലും മൊബൈലിൽ നിന്ന് ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങൾ പാരൻസിൻ്റെ ഫോണിൽ നിന്നൊക്കെ ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടാണ് സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരും. പിന്നെ മെയിനായിട്ടുള്ള പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക് ആണെങ്കിൽ ബയോളജിൻ്റെ പോലെ തന്നെ ജസ്റ്റ് ആ റിയാക്ഷൻസ് ഒക്കെ നോക്കുക. എല്ലാ കാര്യങ്ങളും വായിക്കാനുള്ള സമയമല്ല, ജസ്റ്റ് റിയാക്ഷൻസ് നോക്കുക. ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സിൻ്റെ പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ഓക്കെ, റെഡി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ മോഡൽ എക്സാം ഡേയ്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടില്ല. ഇന്ന് നിങ്ങളുടെ ഷെഡ്യൂൾ വേറെയാണ്. ഇത് ഞാൻ ഉപയോഗിച്ചൊരു മെത്തേഡായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ എനിക്ക് ഹെൽപ്ഫുള്ളായ, എനിക്ക് മാർക്കൊക്കെ ഇമ്പ്രൂവ് ആയ, ബയോളജിക്ക് ഒരുപാട് റീകളക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു മെത്തേഡാണിത്. ഓക്കെ, എന്താ വെച്ചാൽ അതായത് പ്രയർ ടു എക്സാമിൻ്റെ മുന്നേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ 2 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓഫ്ലൈൻ എക്സാം എഴുതാമെങ്കിൽ നിങ്ങളുടെ സെൻറ്റർ ദൂരമായിരിക്കും. അപ്പോൾ ഏകദേശം 1 മണിക്ക് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ 1 മണിൻ്റെ മുന്നേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 1 മണിൻ്റെ മുന്നേ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇത്. അതായത് മൈൻഡ് മാപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഫിസിക്സ് ആണെന്ന് നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒക്കെ റിവൈസ് ചെയ്യേണ്ടി വരും. അറിയാതെ മറന്നു പോകുന്ന ഇക്വേഷൻസ് ഉണ്ടാവും. അതായത് എങ്ങനെ മറന്നു പോകുക വെച്ചാൽ ക്വസ്റ്റ്യൻസ് കുറവ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതിൻ്റെ എന്താ പറയുക ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡ് മാപ്പ് വെച്ചിട്ടോ നിങ്ങളുടെ ഷോർട്ട് നോട്ട് വെച്ചിട്ടോ നിങ്ങളത് റിവൈസ് ചെയ്തെടുക്കുക. ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ സെയിം ആണ്. ഓർഗാനിക് കെമിസ്ട്രിയും സെയിം ആണ്. നിങ്ങൾക്ക് ഓർഗാനിക് ഒക്കെ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഡെയിലി എക്സാംസ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ബയോളജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാനൊക്കെ പഠിച്ച സമയത്ത് എന്താ വെച്ചാൽ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ബയോളജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എല്ലാ പേജിലൂടെ കടന്നു പോകും. എക്സാമിന് മുന്നേ ഒരു 2 മണിക്കൂർ ബയോളജിക്ക് എടുത്ത് വെക്കും.
അപ്പോൾ 2 മണിക്കൂർ 1 മണിക്കൂർ പ്ലസ് 1 ടോപ്പിക് 1 മണിക്കൂർ പ്ലസ് 2 ടോപ്പിക് അതിൽ ഒരു പേജത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വായിക്കും പിന്നെ മറിച്ച് അടുത്ത അപ്പുറത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി എല്ലാവരും വായിക്കുന്നതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം വായിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നതിനകത്ത് നമ്മൾ ചില കാര്യത്തിലൊക്കെ നമ്മൾ കണ്ണിങ്ങനെ അതായത് ഫിഗറിലൊക്കെ നമ്മൾ അറിയാതെ നമ്മളെ കണ്ണിങ്ങനെ പോകും അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനത്തെ ക്വസ്റ്റൻസൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചില വാല്യൂസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലും അതുപോലെ മറ്റുള്ള ചാപ്റ്റേഴ്സിലൊക്കെ ഒരുപാട് കാണാതെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബയോളജിയിലൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ ഇതൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരിക്കലും എന്താ പറയുക വെറുതെ പറയല്ല ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് മെത്തേഡ് എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡുകളാണ് കാരണം എന്താ വെച്ചാൽ പ്ലസ് ടുവിൽ ഒന്നും പഠിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ പ്ലസ് ടുവിൽ ക്ലാസ് തന്നെ പോയിട്ടില്ല കാരണം കൊറോണ ബാച്ച് എക്സാം കാര്യമൊന്നുമില്ല CBSE ആയിരുന്നു അങ്ങനെ പ്ലസ് ടു ഒന്നും പഠിക്കാത്തൊരു വ്യക്തി നീറ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ 505 സ്കോർ അതായത് 200 അതായത് മോഡൽ എക്സാമിലൊക്കെ 200 മാർക്ക് കിട്ടുന്ന കുട്ടി അതായത് 505 മാർക്ക് അത് ലാസ്റ്റ് 1 മന്തിൻ്റെ പക്ക റിവിഷൻ ഫുൾ ടോപ്പിക് എക്സാം റിവിഷനിലൂടെ ഗെയിൻ ചെയ്തതാണ് അപ്പോൾ ഫുൾ ടോപ്പിക് എക്സാമൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക ഒരുപാട് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ യൂട്യൂബിൻ്റെ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ടോപ്പിക്സ് കവർ ആക്കുക ഉഷാറായിട്ട് പഠിക്കുക എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇനി സമയം കുറവാണ് തീരെ സമയമല്ല ഓൺലി 30 days is remaining so what you have to do is that you have to practice more number of questions more number of exams you have to do so അതൊക്കെ നിങ്ങൾ ചെയ്താലുള്ളൂ നിങ്ങൾ എന്താ പറയുക ഒരുപാട് എക്സാംസ് ഒക്കെ എഴുതുമ്പോഴുള്ളൂ നിങ്ങൾക്ക് എന്താ പറയുക നീറ്റിൽ നല്ല സ്കോർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ എക്സാമുകൾ മസ്റ്റാണ് എക്സാംസ് എഴുതി കഴിഞ്ഞാൽ എന്താ ഉപകാരം നിങ്ങൾക്കറിയോ എക്സാം ഫിയർ പോയി കിട്ടും ഒരു പേടി ഉണ്ടല്ലോ നീറ്റിലേക്ക് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആയിരിക്കും ഓക്കെ സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെലഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിലും ചാനലിലൊക്കെ നിങ്ങൾ കയറിയിട്ട് ഷോർട്ട് നോട്ടൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കുക സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്